ദുബായില് ചെറിയ ട്രിപ്പിന് വന്നേക്കാം. അപ്പൊ ഞങ്ങൾ വെളിയിൽ പോകുന്ന മുമ്പേ വണ്ടി ഇരുന്ന് കഴിക്കാൻ എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റ് കയറി. ഇത് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്. അപ്പൊ അമ്മയെ അനുസരിച്ച് സാധനങ്ങൾ വാങ്ങിച്ചോണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ എല്ലാം ഒന്ന് കറങ്ങി നോക്കി. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ കുറച്ച് ലേസും പിന്നെ ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ആണ് ഞങ്ങളുടെ ഷോപ്പ്. എന്നിട്ട് ഞങ്ങൾ വണ്ടിയിൽ കയറി. പിന്നെ വണ്ടി കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ ആ ദിവസം മൊത്തം ഞങ്ങൾ ഔട്ടിങ്ങിൽ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് പിന്നെ ഷോപ്പിൽ വന്നു. അമ്മയും മനസ്സിച്ച് അവിടെ മീൻ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. കൊള്ളാവേ പരിപാടി. ഞങ്ങൾ ദുബായിൽ ഒരു 10 days ട്രിപ്പിന് വന്നേക്കാം. അമ്മയുടെയും മനസ്സിച്ചിട്ടും കസിൻ ഇവിടെ ഉണ്ട്. ഞങ്ങൾ അപ്പൂസേട്ടായിന്ന് വിളിക്കും. അപ്പൊ അപ്പൂസേട്ടയുടെ കറിയാച്ചനും അപ്പും കൂടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയേക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ. നമുക്കൊരു വണ്ടി എടുക്കാം. ഇനിയും കാണിക്കാൻ പോകുന്ന സാധനം കുവൈറ്റിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണാം. ഇടിയപ്പം, സാധാരണ ഇടിയപ്പം, ഇഡലി, ദോശയുടെ മാവ്. വാവ്. എല്ലാവരും കൂടെ വന്നു ഡിസ്കഷനായി ഇപ്പോൾ ഏത് ഡ്രിങ്ക് എടുക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ മീനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ച് സിപ്പപ്പും വാങ്ങിച്ചു. കുറേ ഫ്ലേവർ വാങ്ങിച്ചു. ഞാൻ ചിക്കും എടുത്തു. സിപ്പപ്പും കഴിച്ചുകൊണ്ട് ഞങ്ങൾ പോകുവാണ് തിരിച്ച് വീട്ടിലോട്ട്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി. അപ്പോൾ എല്ലാവർക്കും ബൈ.